എസ്കെനി സാധാരണഗതിയിൽ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അതേപോലെ ജുവനൈൽ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന ബോർഡുകൾ ആ സംവിധാനങ്ങൾ അത് തികഞ്ഞ ഈ പറയുന്ന സുതാര്യത ഉറപ്പാക്കി പ്രവർത്തിക്കേണ്ട സ്ഥാപനങ്ങളാണ്. മാത്രമല്ല ആ സംവിധാനങ്ങളിലേക്ക് ആളുകളെ എങ്ങനെ എടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ, യോഗ്യതാ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് CWC സംബന്ധിച്ച ഒരു ജില്ലയിൽ അവർക്കൊരു ചെയർമാനും 4 ബോർഡംഗങ്ങളുമാണ് ഉള്ളത്. ഇവരെ നിയമിക്കേണ്ട ആ ഇന്റർവ്യൂ ബോർഡ് അടക്കമുള്ള കാര്യങ്ങൾ അത് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലൊക്കെയാണ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പരാതി ഹൈക്കോടതിയിലടക്കം എത്തി നിൽക്കുന്നതും ഹൈക്കോടതി ചില രേഖകളുടെ അടിസ്ഥാനത്തിലടക്കം ഇപ്പോൾ പറയുന്നതും അങ്ങനെ നടത്തിയ CWC നിയമനങ്ങളിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് നടന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഇന്റർവ്യൂ ബോർഡിന്റെ അറിവോടുകൂടി പാർട്ടി നോമിനികളെ തിരികെ കയറ്റി എന്നൊക്കെയുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ആക്ഷേപങ്ങൾ. പ്രത്യേകിച്ച് ഈ CWCയുടെ ഏതാണ്ട് 6ഓളം ജില്ലകളിലെ നിയമനങ്ങൾ സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ പരാതികൾ മറ്റുദ്യോഗാർത്ഥികൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നൽകിയിരിക്കുന്നതും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നതും. മാത്രമല്ല ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ CWCയിലടക്കം ആളുകളെ നിയമിക്കുമ്പോൾ അവരുടെ യോഗ്യത ഒരു വലിയ ഫാക്ടറാണ്. പ്രത്യേകിച്ച് MSW അതായത് സോഷ്യൽ വർക്കിങ്ങിൽ അവരുടെ യോഗ്യത, അതേപോലെ തന്നെ നിയമപരിജ്ഞാനം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ അടക്കം നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത്തരം യോഗ്യതകളൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത്. മാത്രമല്ല ഈ ഇന്റർവ്യൂ നടത്തിയിട്ടുള്ള ബോർഡിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് ഈ അഴിമതി കേസുമായി ബന്ധപ്പെട്ട ശിക്ഷ അനുഭവിച്ച അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളടക്കം ഈ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ അലേർട്ട് ആകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഇക്കാര്യത്തിൽ വകുപ്പ് തലത്തിലുള്ള അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഇതിന്റെ തുടർ വാർത്തകളും നമ്മൾ നാളെ മുതൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സ്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.